വെയിറ്റ് നമുക്കൊരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ? ജസ്റ്റ് ഇതേ 2 മുട്ട ഇതങ്ങ് ബ്രേക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതേ ഈ പാവ് ബജിയുടെ സാധനമില്ലേ, അതിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കിപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? കുക്ക് ചെയ്യുന്നതിന് മുമ്പ് എനർജി കാണാം കേട്ടോ. അതിന് വേണ്ടി ഇതേ അമ്പലത്തിൽ പായസം 2-3 ദിവസമായിട്ട് ഫ്രിഡ്ജിൽ തന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇതൊന്ന് കുടിച്ചിട്ട് ഒന്ന് എനർജി ആവട്ടെ. അതിനുശേഷം നമുക്ക് ബ്രെഡ് മറ്റേ പാവ് ബജിയുടെ ബ്രെഡ് വെച്ചിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം കേട്ടോ. മുളക് പൊടി പിന്നെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. അത് നിങ്ങളൊരു ട്രാൻസ്പെറൻറ്റ് ബൗളോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ബൗളൊക്കെ ചെയ്യില്ല, അതിൽ ചെയ്യാണ്ട് ചെയ്തോളൂ കേട്ടോ. ഇവിടെ അതേ പാത്രങ്ങളൊക്കെ മിസ്സിങ് കേട്ടോ, ഒന്നും കാണാനില്ല. കിട്ടിയ പാത്രം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായി ബീറ്റ് ചെയ്തിട്ട് നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കണം. ബട്ടർ റെഡി, ബട്ടറോ നെയ്യോ ഓയിൽ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത്. വേസ്റ്റ് ആയില്ലല്ലോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തൊണ്ട് കളഞ്ഞതാ. അങ്ങനെ കോണ്ടന്റ് ക്രിയേഷനിൽ അങ്ങനെ ചെയ്യാല്ലായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ ബ്രെഡ് ഞാൻ 2 പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ അളവിലാണ് മുട്ട 2ആക്കി ഒഴിക്കാൻ പോകുന്നത്. ഇതൊരു റെസിപ്പി ഞാൻ യൂട്യൂബിൽ കണ്ടതാ. പക്ഷെ അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ക്യാബേജും ക്യാരറ്റും വേണമെങ്കിൽ ഇതിൽ മിക്സ് ആക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇത് മിക്സ് ആക്കുന്നില്ല, ഇത് ജസ്റ്റ് ഒന്ന് ഇടാൻ പോകും. നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതെല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം ലോ ഫ്ലെയിം ആക്കട്ടെ. നെയ്യോ ബട്ടറോ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അപ്പൊ ഞാൻ കുറച്ച് നെയ്യ് ഇടാൻ പോവാണ്. സ്റ്റീലിന്റെ ഇത് കുറച്ച് കട്ട പിടിച്ചിരിക്കുക കേട്ടോ. നെയ്യ് സ്റ്റീലിന്റെ സ്പൂണ് വെച്ചിട്ട് മാക്സിമം എടുക്കാൻ നോക്കുക കേട്ടോ. സോ ഇത്ര നെയ്യാണ് ആക്ച്വലി ആഡ് ചെയ്യുന്നത്. ഇതൊന്ന് എനിക്ക് സ്പ്രെഡ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ ഈ വുഡിന്റെ എടുത്തത് കേട്ടോ. ഒന്ന് സ്പ്രെഡ് ചെയ്തു, എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ. കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഇത് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് സ്കൂൾ വിട്ടൊക്കെ വരില്ലേ, അപ്പോഴാട്ടോ. ഇപ്പൊ വെക്കേഷൻ ആണെന്ന് അറിയാം. അപ്പൊ വെക്കേഷൻ ടൈമിലും അവർ കളിച്ച് ടയർഡൊക്കെ ആയി വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാട്ടോ ഇത്. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി ഒന്ന് ഉരുകി ഒന്ന് ലൈറ്റ് ചൂടായതിനു ശേഷം നമ്മൾ മുട്ട ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് പോവാം കേട്ടോ. അതിന് മുമ്പ് ഒരു കരണ്ടി അല്ലെങ്കിൽ കൈ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിൻ്റെ എടുത്തിട്ട് വരാം. ണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ട് ഇങ്ങനെ കൈ വെച്ച് വെള്ളം ഇടരുതിട്ട് അതിനെ പൊട്ടിത്തെറിക്കേ. അപ്പോൾ കാലത്ത് വെച്ച പൈനാപ്പിളിന്റെ ജ്യൂസ് പെട്ടെന്ന് തന്നെ കാലിയിട്ടുണ്ട് കേട്ടോ. ആ ഡിഷ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടോളൂ. സോ ഇത് ഇത്രയാട്ടോ ഞാൻ എടുക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ വെക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇതൊന്ന് ആദ്യം നമുക്ക് പരത്തി വെളിയിലോട്ട് എടുക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലും നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ട് പീസാക്കിയാൽ പോരെ, അതല്ലേ എളുപ്പം. ഇങ്ങനെ ഇടുക. ഇത് നന്നായിട്ട് നെയ്യിൽ നന്നായിട്ട് സോക്കാവണം. ഇങ്ങനെ ഇട്ടിട്ട് അതിനെ 4 കഷ്ണമാക്കിയിട്ട് നമുക്ക് മുറിക്കാം. ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്ത് വിടട്ടെ കേട്ടോ. ഞാൻ കത്തി കൊണ്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് എടുത്തിട്ട് പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. എന്നിട്ട് വേറെ കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട്, അത് കാണിച്ചു തരാം. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കുക. ഇനി അതിലോട്ട് കുറച്ച് നെയ്യ് കൂടെ സ്പ്രെഡ് ചെയ്യാൻ പോവാ കേട്ടോ. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുറച്ച് നെയ്യ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. ഞാൻ
ബ്രെഡിലോട്ട് വെക്കാൻ വിട്ടുപോയേ. അപ്പോൾ നമ്മുടെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഓംലേറ്റ് വെക്കട്ടെ. ഇത് സീരിയസ്ലി സാൻഡ്വിച്ച് അല്ല, ബ്രെഡ് ഓംലേറ്റ് പോലെയാണ്. പാവ് ബജിയുടെ ഇതിനാട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മൾ ഇത് വെക്കുന്നത് കേട്ടോ. ഇതിന്റെ സൈസിൽ തന്നെ മാക്സിമം വെക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ഇത് രണ്ടും കൂടെ ക്ലോസ് ചെയ്ത് കൊടുക്കുവാണേ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ഭയങ്കര ഓയിലി ഫുഡാണ്. അപ്പോൾ ഓയിലി ഫുഡ് വേണ്ടാന്നുള്ളവർക്ക് കഴിക്കണം. ഇതൊരു ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ. നല്ല ഹെൽത്തി ഫുഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്താൽ ഹെൽത്തി ആയിരിക്കും. നമ്മുടെ പാനിലോട്ട് ഒന്നുകൂടെ നെയ്യ് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആക്കാൻ പോവുക കേട്ടോ. അപ്പം ആദ്യം നമുക്ക് നെയ്യ് ഒന്ന് കുറച്ചിടാം. കുറച്ചേ ഇടുന്നുള്ളൂ, അത് തെറിച്ചു പോയെന്ന് തോന്നുന്നു. നമ്മൾ അധികം ഇടണ്ട, കാരണം ഓൾറെഡി പാനിൽ കുറച്ച് നെയ്യ് ഉള്ളതാണ്. അപ്പോൾ ഈ ഉള്ള നെയ്യിൽ നമ്മളാണ് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക കേട്ടോ. ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. ഇനി ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാ കേട്ടോ. അത് എഗ്ഗ് നല്ലതാട്ടോ, ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഓംലെറ്റ് ആയിട്ടും പുഴുങ്ങിയിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ബ്രെഡും എഗ്ഗും. ഇനി ഇതിന് വരുന്ന ടേസ്റ്റ് വന്നിട്ട് നെയ്യുടെ ആണ്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. പെർഫെക്റ്റ്, നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ അധികം എരിവില്ല, പുളിപ്പ് അധികമില്ല, എല്ലാം കറക്റ്റാണ്. നമുക്ക് മൈൽഡായിട്ട് വെക്കേണ്ട ഫുഡിന് ഇത് അടിപൊളിയാട്ടോ കാണാൻ. അപ്പം ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരട്ടെ. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രം മാധു ക്രിയേറ്റീവ്സ്.